പത്മനാഭപുരം കൊട്ടാരത്തിന്റെ യഥാർത്ഥ നിർമ്മാണം ആരംഭിച്ചത് വേണാട് രാജാവായിരുന്ന ഇരവിപിള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളിന്റെ കാലത്താണ്. 1601 ഇതിന് തറക്കല്ലിട്ടത്. ആദ്യകാലത്ത് കൽക്കുളം കൊട്ടാരം എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം രാജകുടുംബത്തിന് സുരക്ഷിതമായ ഒരു ആസ്ഥാനമായിരുന്നു. ജലസമൃദ്ധിയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഈ പ്രദേശത്തെ വാസയോഗ്യമാക്കി. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരികളിൽ ഒരാളായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് കൊട്ടാരത്തിന് അതിന്റെ സുവർണകാലം ലഭിക്കുന്നത്. അദ്ദേഹം കൊട്ടാരം വിപുലീകരിക്കുകയും നിരവധി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. 1750 മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച തൃപ്പടിദാനം എന്ന ചരിത്രപരമായ ചടങ്ങിന് ശേഷമാണ് കൽക്കുളം എന്ന പേര് മാറ്റി പത്മനാഭപുരം എന്ന് മാറിയത്. ഇത് തിരുവിതാംകൂർ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിയുടെ ദാസന്മാർ എന്ന നിലയിൽ ഭരിക്കാനുള്ള പ്രതിജ്ഞ കൂടിയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലം വരെ പത്മനാഭപുരം തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായി തുടർന്നു. 1995 തന്ത്രപരമായ കാരണങ്ങളാലും ഭരണപരമായ സൗകര്യങ്ങൾക്കായും തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഇതോടെ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കുറഞ്ഞുവെങ്കിലും ഒരു സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിലും രാജകുടുംബത്തിന്റെ പഴയ ആസ്ഥാനമെന്ന നിലയിലും അതിന്റെ സ്ഥാനം നിലനിർത്തി. തലസ്ഥാനം മാറിയതിനു ശേഷം കൊട്ടാരത്തിന് കുറച്ചുകാലം അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ താൽപര്യപ്രകാരം 1935 ഈ കൊട്ടാരം പൊതുജനങ്ങൾക്കായി ഒരു മ്യൂസിയമാക്കി മാറ്റി. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനർവിഭജന സമയത്ത് കന്യാകുമാരി ജില്ല തമിഴ്നാടിന്റെ ഭാഗമായി. എന്നാൽ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ ഉടമസ്ഥാവകാശവും സംരക്ഷണ ചുമതലയും കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിനാണ്. ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാംസ്കാരികപരമായ ബന്ധത്തിന് ഒരു ഉദാഹരണമാണ്. കേരളീയ വാസ്തുവിദ്യയുടെ ഉത്തമമായ മാതൃകയാണ് ഈ കൊട്ടാരം. തനതായ കേരളീയ വാസ്തുവിദ്യയുടെ എല്ലാ സവിശേഷതകളും ഈ കൊട്ടാരത്തിലുണ്ട്. മരം, ഓട്, ചുണ്ണാമ്പുകല്ല് എന്നിവയുടെ സമന്വയമാണിത്. താഴിക്കൊട്ടാരം, മന്ത്രശാല, ഊട്ടുപുര, ഒറ്റയ്ക്കൽ മണ്ഡപം, നവരാത്രി മണ്ഡപം, തേങ്ങാമുറിത്തറ, ചിത്രശാല എന്നിങ്ങനെ നിരവധി ആകർഷകമായ ഭാഗങ്ങൾ ഇതിലുണ്ട്. ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ഉപയോഗവും ചരിത്ര പ്രാധാന്യവുമുണ്ട്. ചരിത്രപരമായ സംഭവങ്ങളുമുണ്ട്. നിരവധി പ്രധാനപ്പെട്ട രാജകീയ പ്രഖ്യാപനങ്ങൾക്കും ചർച്ചകൾക്കും ഈ കൊട്ടാരം വേദിയായിട്ടുണ്ട്. പത്മനാഭപുരം കൊട്ടാരം ഒരു കെട്ടുകഥയല്ല, അത് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയ കാലത്തെ അതിജീവിച്ച ഒരു യഥാർത്ഥ സ്മാരകമാണ്. ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഭരണമികവിന്റെയും കലാപരമായ ഔന്നത്യത്തിന്റെയും യഥാർത്ഥ കഥയാണ്.